ഐഡിയൽ ടൈം ഓഫ് മാരേജ്, അങ്ങനെ ഒരു ടൈം ഉണ്ടോ മാരേജിന്? ഉണ്ട്. ഫീമെയിൽസിന് ഐഡിയൽ ടൈംസ് ഓഫ് മാരേജ് എന്ന് പറയുന്നത് ഒരു 23-24 ഇയേഴ്സ് ആണ്. ഇത് ഞാൻ പറയുന്നതല്ല, മെഡിക്കലി, ഫിസിക്കലി, സോഷ്യലി, സൈക്കോളജിക്കലി എല്ലാം കൊണ്ടും പ്രൂവ് ചെയ്തതാണ്. നമ്മുടെ ഒരു 30 വയസ്സിനുള്ളിൽ തന്നെ എല്ലാ പ്രഗ്നൻസിയും തീർക്കണമെന്നാണ്. കാരണം ഓരോ പെൺകുട്ടിയും ജനിക്കുന്നതിനോടൊപ്പം ഒരു ഫിക്സഡ് നമ്പർ ഓഫ് അണ്ടങ്ങൾ ഉണ്ടാകും. ഇത് പിന്നീട് കൂടുന്നില്ല. എന്നാൽ ജനനസമയത്ത് ഓരോ പെൺകുട്ടികളിലും 1 മുതൽ 2 ദശലക്ഷക്കണക്കിന് അണ്ടങ്ങൾ ഉണ്ടാകും എന്നാണ്. ഇത് വളരെ ഫാസ്റ്റായിട്ട് കുറഞ്ഞു വരും. കുട്ടികൾക്ക് പിബർട്ടി ഒക്കെ ആവുന്ന ടൈമിൽ ഇതിൻ്റെ എണ്ണം നന്നായിട്ട് കുറഞ്ഞ് ഒരു 3 മുതൽ 5 ലക്ഷമൊക്കെ ആയിട്ട് മാറും. പിന്നീട് അങ്ങോട്ട് പ്രായം കൂടുന്നതിനനുസരിച്ച് അണ്ടത്തിൻ്റെ എണ്ണം നല്ല തോതിൽ കുറയും. ഒരു 30 വയസ്സൊക്കെ ആകുമ്പോൾ അണ്ടത്തിൻ്റെ ക്വാളിറ്റിയും നന്നായി കുറയും. ഇതുകൊണ്ടാണ് കൂടുതലും 30 വയസ്സാകുമ്പോഴേക്കും എല്ലാ പ്രഗ്നൻസിയും കംപ്ലീറ്റ് ആക്കണമെന്ന് പറയുന്നത്. മാസം തികയാതെയുള്ള പ്രസവങ്ങൾ, ഡയബറ്റീസ്, ഷുഗർ, മറുപിള്ള താഴെയാകുന്ന കണ്ടീഷൻസ്, അബോർഷൻ സാധ്യത, ക്രോമസോമിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇവയെല്ലാം കൂടുതൽ ഒരു 30 വയസ്സിന് മുകളിലുള്ളവരിലാണ് കാണുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും വിവാഹം എന്നത് ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ്. അത് ഏത് ടൈമിൽ വേണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും നിങ്ങൾക്ക് മാത്രമാണ്. പക്ഷേ ആരോഗ്യപരമായി പറയുമ്പോൾ ഫീമെയിൽസിന് ഐഡിയൽ ടൈം ഓഫ് മാരേജ് എന്ന് പറയുന്നത് 23 ഇയേഴ്സ് ആണ്. പക്ഷെ ആരെയും നിർബന്ധിക്കുന്നില്ല, എന്നാൽ അതാണ് ഫാക്ട്. സ്റ്റേ ഹെൽത്തി.